100 ദിവസം എങ്ങനെ നിന്നു? ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ പറഞ്ഞു വിട്ടത് അത്രയും നാളെ നാട്ടിൽ ശല്യമില്ലാതിരിക്കട്ടെ. സന്തോഷായി, നല്ല സന്തോഷമായി. 14 ദിവസമായിരുന്നു എന്റെ ആ ഒരു വീക്കായിരുന്നു എന്റെ ഒരു കണക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഓക്കെ ഞാൻ പോവാം അങ്ങനെ ഒരു സാധനത്തിൽ നിൽക്കും. അതുകൊണ്ടാണ് ഇറങ്ങി ഓടിയത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഈ പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. ഉങ്ക പാത്താലേ തെരിയും നിങ്ങ ரொம்ப ക്യൂട്ടാ ഇருக்கு തക്കാളി മുഞ്ചി. പോയാ നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഹിന്ദി മാലും നെഹി തൊട ഹിന്ദി മാലും ഇളക്കല്ലേ. അല്ല സാർ, ആളറിയാതെ കനകായ പിന്നെ വേറെന്തൊരു സാധനം ഉണ്ടായിരുന്നു. കാനാകായ ആവശ്യം വരും. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. ഫുഡ് മോഷ്ടിക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നോ അതോ? ഒരിക്കലും അല്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനൊരു മോഷ്ടാവാന്ന്. ശരിക്കുള്ള നെവിനായിരുന്നു ശരിക്കുള്ള നെവിൻ തന്നെയാണ് ഇപ്പോഴും. അതെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു നാണമില്ല, എനിക്കൊരു ഒരു മാനമില്ല. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. എനിക്ക് തോന്നുന്നു അഞ്ജന നമ്പ്യാർ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. കാരണം ഇമാതിരി തൊലിക്കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും വേണം ഒരു തൊലിക്കട്ടി. അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞില്ലേ? അതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങി ബിഗ് ബോസിന്റെ കാലം പിടിച്ച് എന്റെ ബിഗ് ബോസ് കൊണ്ടുപോകും. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഞാൻ കുറച്ച് ഓവറായില്ലേ? ആരെങ്കിലും ഒരാൾ വന്ന് പറയൂ ഞാൻ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഞാൻ പറയാം, എനിക്ക് ജനറൽ ആയിട്ടുള്ള ഒരു തേങ്ങ എനിക്ക് അറിയില്ല. പക്ഷെ മണ്ടത്തരം പറയാൻ പാടും. ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. അപ്പം എന്റെ സിസ്റ്ററിന്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കുന്ന വ്യക്തി നമ്മുടെ അളിയനാണല്ലോ. അങ്ങനെയൊക്കെ വഴിയില്ല. ചേച്ചി അളിയനും വരുമ്പം അവർക്ക് ആകെ കിട്ടുന്ന കുറച്ച് സമയത്ത് ഇടയിൽ പോയി കിടക്കുന്നതാണോ അനിയൻ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.